വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നല്ലോ. പക്ഷേ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേശു വെക്കേഷൻ ഒരു ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോയ കാര്യമാണ്. അപ്പം വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും സ്പെഷ്യൽ കോച്ചിങ്ങിനൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വിടാറുണ്ടല്ലോ. ബാക്കിയുള്ള സമയത്ത് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പം വെക്കേഷൻ ആകുമ്പോൾ പിന്നെ അവർക്ക് സ്കൂളിലും പോകേണ്ട, വേറെ പരിപാടിയൊന്നുമില്ല. ഫുൾ ടൈം ടി വിയും ഫോണും ഒന്നും നോക്കിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് എല്ലാവരും വിടും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ കോച്ചിങ് അല്ലെങ്കിൽ സമ്മർ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണും അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ചിറ്റിലപ്പള്ളി സ്ക്വയർ. അപ്പം ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ കുറേ കോച്ചിങ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ക്രിക്കറ്റ് കോച്ചിങ്ങിന് വിടാമെന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ക്രിക്കറ്റ് അവന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി ക്രിക്കറ്റ് കോച്ചിങ്ങിനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കൊണ്ടുവിടും. ചില ദിവസം ഞാൻ അവിടെ ഇരിക്കും, കാരണം എനിക്ക് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് അവനെ കൊണ്ടേ പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ. അപ്പോൾ സാറിൻ്റെ കേശുവിന് ബാറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ, പൊസിഷനൊക്കെ എങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനവിടെ നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരു 5 റൗണ്ട്സ് ഓടണം. ഓടിയെല്ലാം കഴിഞ്ഞവരുടെ ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ഹീറ്റൊക്കെ ആയി കഴിയുമ്പോഴാണ് ക്രിക്കറ്റ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. വരുന്നുണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് അങ്ങ് തുടങ്ങുകയല്ല. അന്ന് ഒരു റണ്ണിങ് ഒക്കെ കഴിയുമ്പോഴത്തേന് വന്നിട്ട് ഇതിനകത്തിങ്ങനെ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനകത്തിലിട്ട് സാറ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ കോച്ച് ചെയ്യാനിങ്ങനെ പരിശീലിപ്പിക്കുകയാണ്. ബാറ്റിംഗ് കോച്ചിങ്ങാണ് ഇപ്പം നടക്കുന്നത്. ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങും എല്ലാത്തിനുള്ള കോച്ചിങ് ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ ക്രിക്കറ്റ് കോച്ചിങ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ക്രിക്കറ്റ് കൂടാതെ തന്നെ വോളിബോൾ കോച്ചിങ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ കോച്ചിങ് ഉണ്ട്, പിന്നെ സ്കേറ്റിംഗ് കോച്ചിങ് ഉണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം സ്കേറ്റിംഗ് ഇവിടെ വന്ന് സ്കേറ്റിംഗ് കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം സ്കേറ്റിംഗ് കോച്ചിങ്ങിന് വന്നാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം ക്രിക്കറ്റ് നടക്കുക. അപ്പോൾ 2 മാസത്തെ കോച്ചിങ്ങിനാണ് വിട്ടത്. വൈകിട്ട് 5 to 7 ആയിരുന്നു കോച്ചിങ്. നല്ല കോച്ചിങ് ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രയും സമയം ഒരു ഫോണൊന്നും ഇല്ലാതൊന്നും എൻഗേജ്ഡ് ആയിട്ടിരിക്കുമല്ലോ. ക്രിക്കറ്റ് ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന കുറേ പേരൻസ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും കുട്ടികളെയൊക്കെ കോച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർക്കായിട്ട് ഇവിടെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ട, ഓപ്പൺ ജിമ്മിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2